റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. മുന്നണി മാറ്റു ചർച്ചകൾക്കിടെ RJDയിൽ ഭിന്നത. LDF വിടണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. KP മോഹനൻ, സലീം മടവൂർ, മനയത്ത് ചന്ദ്രൻ എന്നിവർ LDFിൽ തുടരണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. MP ശ്രേയാംസ് കുമാറിന്റെ തീരുമാനം നിർണായകമാകും. കോവളം സീറ്റ് അധികമായി ചോദിക്കാനും നീക്കം നടക്കുന്നുണ്ട്. LDF വിടണമെന്ന ഒരു വിഭാഗം ഭാരവാഹികളുടെ യോഗ തീരുമാനം പൊതു തീരുമാനമല്ല എന്നാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയും മണ്ഡലത്തിൽ നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ലെവലിൽ താഴെ തട്ടിലേക്ക് നമുക്ക് സർക്കുലർ വരികയും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ട് പ്രവർത്തകരുടെ വികാരം എന്തെന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ് ചെയ്യാറ്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നമുക്ക് ഇതുവരെ നമ്മളെ പാർട്ടീനെ സംബന്ധിച്ച് RJDയെ സംബന്ധിച്ചോളം വന്നിട്ടില്ല. അടുത്ത ദിവസം 4-ാം തീയതി സംസ്ഥാന സമിതി നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ വരാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പിന്തുണയും ഒരു ആ രീതിയിലുള്ള ഒരു ചർച്ചയും മണ്ഡലത്തിൽ നടന്നിട്ടില്ല. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, മുന്നണിയിൽ അവഗണനയുണ്ട്, അതുകൊണ്ട് മുന്നണി മാറ്റം അനിവാര്യമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി തന്നെ നിലപാടെടുത്തിരുന്നു. ശ്രേയാംസ് കുമാറും ഏതാണ്ട് അതിനോട് യോജിക്കുന്ന തരത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ചർച്ചകൾ? ഭിന്നത തന്നെയുണ്ട്. ഏതായാലും ഒരു വിഭാഗം ശക്തമായി എതിർക്കുകയാണ് മുന്നണി മാറ്റത്തെ. വിനീത, തീർച്ചയായിട്ടും RJD ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപേ തന്നെ ഇത്തരത്തിൽ മുന്നണിയിൽ കാര്യമായ രീതിയിൽ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ തന്നെ ആ കാര്യങ്ങൾ പരസ്യമായി ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ ഒരു മുന്നണി മാറ്റ ചർച്ചയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നില്ല. എന്നാൽ പിന്നീട് ഇത് മുന്നണി യോഗങ്ങളിലും അതുപോലെ തന്നെ RJDയുടെ കമ്മിറ്റികളിലുമൊക്കെ തന്നെ ഒരു ചർച്ചയായി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ഒരു ചർച്ച നേരത്തെ ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് മുന്നണി മാറ്റം ചർച്ചയാവുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ RJD മുന്നണി വിടും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ വന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും RJDയുടെ നേതാക്കളെല്ലാം അത് തള്ളുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഈ ചർച്ച വീണ്ടും ഇപ്പോൾ സജീവമായി തന്നെ വരികയാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ മത്സരിക്കാൻ ലഭിക്കുന്നത് 3 സീറ്റുകളാണ്. ആ 3 സീറ്റുകൾ, അതിൽ അധികമായ സീറ്റുകൾ മുന്നണി നൽകിയിട്ടില്ല എങ്കിൽ മുന്നണി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിൽ വേണം, അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആ തീരുമാനത്തോട് നിലവിലിപ്പോൾ MLA ആയിട്ടുള്ള KP മോഹനൻ, മനയത്ത് ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളൊന്നും തന്നെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവരൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ RJD തുടരണം എന്നുള്ളതാണ്. എന്തായാലും ഇതിനകത്ത് ഒരു അഭിപ്രായ ഭിന്നത RJDക്കകത്ത് ഉടലെടുത്തിരിക്കുകയാണ്. ചിലർ ഇടതുപക്ഷത്ത് നിന്നും മാറണമെന്നും ചിലർ UDFിലേക്ക് പോകണമെന്നുള്ള അഭിപ്രായമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത മാസം 4-ാം തീയതി RJDയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുകയാണ്. അതിനകത്ത്, അല്ലെങ്കിൽ ആ യോഗത്തിനകത്ത് കാര്യമായ രീതിയിൽ ചർച്ചയുണ്ടാവുമോ, തീരുമാനമുണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിനീത, ശരി, വ്യക്തമാണ്. അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും RJDയുടെ ഒരു വിഭാഗം ഇപ്പോഴും മുന്നണി വിടണം എന്ന ആവശ്യവുമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.